നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വായനയുടെ മഹത്വം വിളിച്ചു പറഞ്ഞ ജൂൺ 19 വായനാ ദിനം ആചരിച്ചു. ബുക്കുകളിൽ നിന്നും ഈ വായനയിലേക്ക് ഒരു കുതിച്ചുചാട്ടം. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സമരവിമുക്ത സ്കൂൾ എന്ന ആശയം സാധ്യമാക്കാൻ സ്കൂളിൽ സർവകക്ഷി സമ്മേളനം നടന്നു. ചക്കുവരയ്ക്കൽ വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും കുരിയാണി പട്ടികജാതി കോളനിയിലേക്ക് പോകുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് 15 വർഷത്തോളമായി. ഇവരുടെ ദുരിതം PWD പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വെട്ടിക്കവല പഞ്ചായത്തിലെ 9ാം വാർഡിൽ 57ാം നമ്പർ അംഗനവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപ പുരയിടത്തിന്റെ ഉടമയുമായുള്ള തർക്കം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്നു. ആർച്ചൽ ഗവൺമെന്റ് LPSൽ ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിനാൽ താൽക്കാലിക ജീവനക്കാരാണ് നിലവിൽ അധ്യാപനം നടത്തുന്നത്. വാർത്തകൾ വിശദമായി. ആർച്ചൽ ഗവൺമെന്റ് LP സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിനാൽ താൽക്കാലിക ജീവനക്കാരാണ് നിലവിൽ അധ്യാപനം നടത്തുന്നത്. ആർച്ചൽ ഗവൺമെന്റ് LPSൽ 50ഓളം വിദ്യാർത്ഥികളാണ് നിലവിൽ പഠിക്കുന്നത്. എന്നാൽ LP വിഭാഗത്തിൽ സ്ഥിരമായി 2 അധ്യാപകരാണുള്ളത്. ബാക്കി താൽക്കാലിക ജീവനക്കാരാണ്. സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപക നിയമനങ്ങൾ വൈകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനുള്ള കുട്ടികളുടെ പാർക്കിലെ ഉപകരണങ്ങളെല്ലാം തന്നെ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. നിലവിൽ താൽക്കാലിക ജീവനക്കാരെങ്കിലും ഉള്ളതിനാലാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. സ്കൂൾ തുറന്ന് ഏകദേശം 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആർച്ചൽ LPSൽ ആവശ്യത്തിന് അധ്യാപകരെ സ്ഥിരമായി നിയമിക്കാത്തത് വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിക്കും. സാധാരണ സർക്കാർ സ്കൂളുകളെ പോലെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അധ്യാപകരുടെ കുറവ് നികത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നത്തിൽ അധികൃതർ കാര്യക്ഷമമായി ഇടപെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. കൊല്ലം ജില്ലയ്ക്ക് അഭിമാനകരമായ വാർത്തയാണ് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കാൻ പോകുന്ന സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. വർണ്ണാഭമായ ദീപശിഖ പ്രയാണ ഘോഷയാത്ര കടന്നു വരുന്നു. ഈ വർണ്ണാഭമായ ദീപശിഖ പ്രയാണ ഘോഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ IM വിജയൻ കടന്നു വരുന്നു. ഫുട്ബോളിന്റെ പെലെ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കറുത്ത മുത്തുക കടന്നു വരികയാണ്. അഞ്ചൽ പട്ടണത്തിന്റെ കൊല്ലം ജില്ലയുടെ തന്റെ ഊളം കാലിൽ സമ്മാനമാടിയ ഇന്ത്യയുടെ കറുത്ത മുത്ത് ഇതാ ഈ വാഹനത്തിന് തൊട്ട പിന്നാലെ കടന്നു വരികയാണ്. സ്ഥാപന കർമ്മം നിർവഹിക്കുവാൻ MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫുട്ബോളിന്റെ കരുത്ത് തെളിയിച്ച IM വിജയൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാടിന്റെ
ഇച്ചിരി ഒന്ന് അകത്തി നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ താരവുമായ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ പരിപാടിക്ക് ദീപശിഖ കൊളുത്തി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ദീപശിഖ ഘോഷയാത്രയിൽ സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് എബ്രഹാം മാത്യു തെളിയിച്ചു കൊടുത്ത ദീപശിഖ ദേശീയ ഗുസ്തി മത്സര ജേതാവ് മാജിത്ത് ഏറ്റുവാങ്ങി. കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സ്കൂളിലെത്തിയപ്പോൾ കേരളത്തിന്റെ കറുത്തമുത്ത് IM വിജയൻ ഏറ്റുവാങ്ങി പ്രത്യേകമായി സജ്ജീകരിച്ച വിളക്കിൽ ദീപം തെളിയിച്ചു. PTA പ്രസിഡന്റ് എ ഷാജഹാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ഇന്ന് ശിലാഫലകം ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ കോൺട്രാക്ടർ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ പൊളിച്ചിട്ടിരിക്കുന്ന വേലി അവർ സ്റ്റേഡിയമാക്കി മാറ്റുകയാണ്. ഒരു പക്ഷേ അഞ്ചലിൻ്റെ കായിക ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ മാറ്റമാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള സ്പോർട്സ് താരങ്ങളായി മാറുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിത ഫായ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K രാജു MLA നിർവഹിച്ചു. മറുവശത്ത് നമ്മുടെ ഗ്രൗണ്ടിന്റെ പുനരുദ്ധാരണത്തോടൊപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള ഗാലറി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള സ്റ്റേഡിയമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പവലിയൻ നിർമ്മിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ള 40 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു സംശയമുണ്ട്, നമ്മുടെ നാട്ടിൽ കല്ലിടുമ്പോൾ കല്ലിട്ട് ഇനി അവിടെ കിടക്കും, കല്ല് അവിടെ കിടന്ന് കിളിച്ചു വരും വർഷങ്ങൾ കഴിയുമ്പോൾ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കല്ലിടുമ്പോൾ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ട് കല്ലിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസമയത്തിനുള്ളിൽ ഇപ്പോൾ ഈ ടെൻഡർ ചെയ്തിട്ടുള്ള വർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ജില്ലാ പഞ്ചായത്ത് അധികാരികളോടൊപ്പം എനിക്കും ഉള്ളത്. സ്വാഭാവികമായും ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ തുടർന്നു വരുന്ന വർഷങ്ങളിലെ പദ്ധതി വിഹിതം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രൗണ്ട് സ്റ്റേഡിയം മനോഹരമായി ഗാലറി ഉൾപ്പെടെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീങ്ങുന്നത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല പ്രവൃത്തികളിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അംഗീകരിക്കേണ്ട വസ്തുതയാണെന്നും കോപ്പ അമേരിക്ക നടക്കുന്ന ഈ വേളയിൽ IM വിജയനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണെന്നും K രാജു പറഞ്ഞു. ഹർഷാരവങ്ങളോടെയാണ് IM വിജയനെ സ്കൂൾ കുട്ടികൾ സ്വാഗതം ചെയ്തത്. ഓട്ടോഗ്രാഫ് വാങ്ങുവാനായി നിരനിന്ന കുട്ടികൾ കൗതുകമായി. ഒരുപക്ഷെ കേരളത്തിന്റെ അഭിമാനകരമാകേണ്ട അകാലത്തിൽ പൊലിഞ്ഞ കായിക താരം വിനയനെ പറ്റി IM വിജയൻ സംസാരിച്ചു. ഇത് നല്ലൊരു സംരംഭമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ഞങ്ങളുടെ അവിടെയൊക്കെ ടൗണിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ സ്കൂളുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നേരെ ബിൽഡിങ് പണിത് നേരെ കുറെ കാശുണ്ടാക്കി ബിസിനസ്സായിട്ട് കാണുന്നതാണ് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭയങ്കര മുൻകൈ എടുത്ത് നടത്തുകയാണ്. പിന്നെ ഇതൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയാൽ പോരാ, അതിനുള്ള പിള്ളേരെ വളർത്തിയെടുക്കാൻ ഒരു കഴിവുകൂടിയും വേണം. നല്ല കോച്ചസിനെ വെച്ച് നല്ലൊരു അക്കാഡമി, അങ്ങനെ സ്കൂളിൽ തന്നെ നല്ല പേര് കിട്ടുന്നതിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനുള്ള എല്ലാ സ്പോർട്സ് ഇവന്റും ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. പിന്നെ വിനയൻ്റെ കാര്യം എനിക്കറിയാം, കാരണം ഞാൻ അവനൊക്കെ ഒരുമിച്ച് കളിച്ചതാണ്. എന്തായാലും MLA പറഞ്ഞ പോലെ വിനയൻ്റെ മറ്റേ പേരിടണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ സാറിനോട് വളരെ നന്ദിൻ്റെ വരാൻ പറ്റിയത്. ആഗസ്റ്റിൽ പണി പൂർത്തിയാക്കി ഓണത്തിന് മുൻപ് സ്റ്റേഡിയം തുറന്നു കൊടുക്കുമെന്നും ഉദ്ഘാടനത്തിന് IM വിജയന്റെ ഫുട്ബോൾ കളി ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ പറഞ്ഞു. കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ കായിക മത്സരം നടത്താൻ കഴിയുന്ന ഇടമാക്കി അഞ്ചലിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇത് പൂർണ്ണമാകുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ വിജയൻ സാറിനോട് പറഞ്ഞു, ഒരു തവണ കൂടി വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോഴേ അംഗീകരിച്ചു. ഇത് പൂർത്തിയാക്കുന്നത് ആഗസ്റ്റിൽ പൂർത്തിയാക്കണം. അതിനാ സെക്രട്ടറി എല്ലാം വന്നിരിക്കുന്നത്.
ആഗസ്റ്റിൽ പൂർത്തിയാക്കി ഓണത്തോടൊപ്പം ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ മത്സരം വിജയൻ സാർ പങ്കെടുത്ത് ആദ്യ കളി നടത്തിക്കൊണ്ട് ഇവിടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി തരാം എന്നാണ് മുഖ്യ അതിഥി വിജയൻ സാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് അദ്ദേഹത്തിന്റെ കളി ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം ഓണത്തിന് തന്നെ ഇത് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ദ്രുതഗതിയിൽ പണി ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം ഒരു ഭാഗത്തും ഉദ്ഘാടനം മറ്റൊരു ഭാഗത്തുമായി നടന്നു വരുന്നതെന്നുള്ളതാണ്. തുടർന്ന് SSLC ഉന്നത മാർക്ക് നേടിയവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ അനുമോദിച്ചു. നിരവധി പൊതുപ്രവർത്തകർ പങ്കെടുത്ത പരിപാടിക്ക് കുടുംബശ്രീ പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചക്കുവരയ്ക്കൽ വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും കുരിയാണി പട്ടികജാതി കോളനിയിലേക്ക് പോകുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് 15 വർഷങ്ങളായി. ഇവരുടെ ദുരിതം PWD പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ആരും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിയാണി പട്ടികജാതി കോളനിയിലേക്ക് പോകുന്ന റോഡിനെ കുറിച്ച് പ്രദേശവാസികൾ പറഞ്ഞു തുടങ്ങിയത്. ഇവരുടെ ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തോളമായി. നിരവധി സർക്കാർ സ്ഥാപനങ്ങളാണ് ചക്കുവരയ്ക്കൽ വില്ലേജ് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്നത്. ചക്കുവരയ്ക്കൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്ന് പൊതുപ്രവർത്തകനായ രാജീവ് പറഞ്ഞു. 15 കൊല്ലം കൊണ്ട് മനുഷ്യന് നടക്കാൻ പോലും വയ്യാത്തൊരു സ്ഥിതിയിലാണ്. ഇതിനു വേണ്ടി നിരന്തരം ഞങ്ങൾ കൊട്ടാരക്കര MP അടുത്തും സ്ഥല MLA ആയ ഗണേഷ് കുമാറിൻ്റെ അടുത്തും നിരന്തരം നിവേദനങ്ങളുമായിട്ട് പോവുകയും അങ്ങനെ ഒരു ദിവസം MP നിർദ്ദേശപ്രകാരം ഞങ്ങൾ അടൂർ പ്രകാശിൻ്റെ ഓഫീസിൽ പോയി ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുകയും അതിനെ ആസ്പദമായിട്ട് ഒരു നടപടിയും ഉണ്ടാവാതിരിക്കുക ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കൂടി 2 ജീപ്പ് നിറച്ച ആൾക്കാർ MP ഓഫീസിൽ പോവുകയും അങ്ങനെ MP നിർദ്ദേശപ്രകാരം ഫണ്ട് തരാമെന്ന വാക്ക് പറയുക. ഈ അടുത്ത സമയത്ത് ഫണ്ട് നിലവിലായിട്ടുണ്ടെന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ഗണേഷ് കുമാർ ഇവിടെ വരികയും പുള്ളി ഇതിനകത്ത് 18 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു പോവുകയും അതും ഇതുപോലെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ്. ഇപ്പോൾ വരുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ റോഡ് ഇതേ രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ യാതൊരുവിധമായ രാഷ്ട്രീയ പ്രവർത്തനമോ മറ്റ് ഇലക്ഷന്മാർക്കുകളോ മറ്റൊന്നിനും സഹകരിക്കാതെ പിന്മാറാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ നിരന്തരമായ ഈ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഈ റോഡ് ഞങ്ങൾക്ക് ഏത് ഫണ്ടിൽ നിന്നായാലും കിട്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളുടെ ഈ ചാനൽ പ്രവർത്തകരോടും ബഹുമാനപ്പെട്ട ഇതിൻ്റെ വകുപ്പ് മേധാവികളോട് ഞങ്ങൾ അപേക്ഷിക്കുവാണ് ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് അത്രയും കാരണം ഈ നാടിൻ്റെ ഒരു ശാപമായ ഈ റോഡ് ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അതിനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം, ജനകീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണ്. ഇത് അത്ര ദയനീയമാണ് ഈ റോഡ്. 2-2.5 കിലോമീറ്റർ ആകെ 2.5 കിലോമീറ്റർ നീളമുള്ള റോഡ് പൂർണ്ണമായി നശിച്ച നിലയിലാണ്. മാത്രമല്ല ഇരുചക്ര വാഹന യാത്രികർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും റോഡിൽ മുഴുവൻ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ദുരവസ്ഥ PWD അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിലെ അഗാധമായ ഗട്ടറുകളിൽ ഒന്ന് ബാലൻസ് തെറ്റിയാൽ ചെന്ന് വീഴുന്നത് ഇളകിപ്പറിഞ്ഞ മെറ്റലുകൾക്ക് മുകളിലായിരിക്കും. ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമോ മറ്റോ വന്നാൽ 2 കിലോമീറ്റർ മാത്രമുള്ള ഈ റോഡിൽ നിന്നും പുറത്തു കടക്കാൻ ഏകദേശം 15 മിനിറ്റോളം സമയമെടുക്കും. 15 വർഷത്തോളമായി അധികൃതർ കൈയൊഴിഞ്ഞ ഈ റോഡിനെ ഇനിയെങ്കിലും നന്നാക്കുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന്
സമരവിമുക്ത സ്കൂൾ എന്ന ആശയം സാധ്യമാക്കാൻ സ്കൂളിൽ കൂടിയ സർവകക്ഷി സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വിലക്ക്. സർവകക്ഷി സമ്മേളനം എന്ന പേരിൽ PTA-യും SMC-യും വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും മാധ്യമങ്ങളെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും ഇറക്കിവിട്ടു. സമ്മേളനത്തിൽ അടികൊണ്ട വിദ്യാർത്ഥികളെയോ അവരുടെ രക്ഷകർത്താക്കളെയോ പങ്കെടുപ്പിച്ചില്ല. സ്ഥലത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പോലീസും സ്കൂൾ പ്രിൻസിപ്പളും കൂടി ചേർന്ന യോഗത്തിൽ എന്ത് രഹസ്യമാണ് ഉള്ളത് എന്ന് നാട്ടുകാരും രക്ഷകർത്താക്കളും ചോദിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുവാൻ, സ്കൂളിനുള്ളിൽ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുവാനാണോ രാഷ്ട്രീയം? അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റിയുടെ ഉദ്ദേശം അതാണോ? കമ്മിറ്റിയുടെ ഉദ്ദേശം നമുക്കറിയത്തില്ല. ഇവിടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് ഇവിടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. കുറെ കൊടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ച് കുറെ ബാനറും കെട്ടി കുറെ രാഷ്ട്രീയം കളിക്കുന്ന എന്താ കാര്യത്തിന്? മറ്റൊരു സ്കൂളുകളിലല്ലോ ഇതേപോലത്തെ രാഷ്ട്രീയങ്ങൾ. നമ്മളെന്താ തഞ്ചാവൂർത്തായി കുഞ്ഞുങ്ങളെ ഇവിടെ പറഞ്ഞു വിടേണ്ടുന്നത്? ഇത്രയും പ്രശ്നങ്ങളായിട്ട് ഇവരെ എന്തെങ്കിലും അന്വേഷണങ്ങളോ കാര്യങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? എന്തെങ്കിലും അറിയിപ്പുണ്ടോ? ഇവരെന്താ അന്വേഷിക്കുന്നത്? രഹസ്യമായി കൂടിയ ഈ യോഗം നാടിന്റെ നന്മയ്ക്കല്ലെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾ ആരോപിച്ചു. അകത്ത് രഹസ്യയോഗം നടക്കുമ്പോൾ പുറത്ത് രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അടികൊണ്ട കുട്ടിയോട് അതേക്കുറിച്ച് ഒരു സംഭവവും പോലീസോ ബന്ധപ്പെട്ടവരോ തിരക്കിയിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് അറിയിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SMC ചെയർമാൻ ഏരൂർ അനിൽ തന്റെ സ്ഥാനം രാജിവെക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്കൂളിലുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ചും ഈ സ്കൂളിൽ ഇനി രാഷ്ട്രീയം വേണ്ടെന്നും പ്രഖ്യാപിച്ച് AASF തങ്ങളുടെ കൊടികൾ സ്കൂൾ പരിസരത്ത് നിന്നും അഴിച്ചുമാറ്റി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വായനയുടെ മഹത്വം വിളിച്ചു പറഞ്ഞ് ജൂൺ 19 വായനാ ദിനം ആചരിച്ചു. ബുക്കുകളിൽ നിന്നും ഈ വായനയിലേക്ക് ഒരു കുതിച്ചുചാട്ടം. വായനയുടെ മഹത്വം വിളിച്ചു പറഞ്ഞ് വീണ്ടും ഒരു വായനാ ദിനം കൂടി വരവായി. ബുക്കുകളിൽ നിന്നും ഈ വായനയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു. എങ്കിലും എന്നും വായനയ്ക്ക് നമ്മുടെ ഗൃഹാതുരത്വ ഓർമ്മകളിൽ ഒരു പ്രഥമ സ്ഥാനമുണ്ട്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കർ സന്ദേശം ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ്. വായനയിലൂടെ അറിവ് നേടി മഹത് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നിരവധി പ്രതിഭകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും സജീവമാകുന്ന നമ്മുടെ യുവതലമുറ ഇനിയെങ്കിലും വായനയെയും വായനക്കാരെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. വെട്ടിക്കവല പഞ്ചായത്തിലെ 9-ാം വാർഡിൽ 57-ാം നമ്പർ അംഗനവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപ പുരയിടത്തിന്റെ ഉടമയുമായുള്ള തർക്കം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്നു. 20 വർഷത്തോളം പഴക്കമുണ്ട് വെട്ടിക്കവല പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അങ്കണവാടിക്ക്. കാലപ്പഴക്കം ചെന്ന ഈ അങ്കണവാടിയിൽ നിന്നും നിരവധി കുട്ടികളാണ് വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. കനാലിനോട് ചേർന്ന അങ്കണവാടിയായതിനാൽ ചുറ്റുമതിൽ കെട്ടാൻ 2 ലക്ഷം രൂപയോളം അനുവദിച്ചതാണ്. ഇതിനായി കുഴിയെടുക്കുക വരെ ചെയ്തു. എന്നാൽ അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന 3 സെന്റ് സ്ഥലത്തെ ചൊല്ലി സമീപത്തെ പുരയുടെ ഉടമയുമായി നിലനിൽക്കുന്ന തർക്കമാണ് നിർമ്മാണം വൈകാനിടയാകുന്നത് എന്ന് പൊതുപ്രവർത്തകനായ ഋഷികേശൻ പിള്ള പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര താലൂക്ക് സൂപ്രണ്ടിൻ്റെ റവന്യൂ താലൂക്ക് സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ചക്കോരയ്ക്കൽ അംഗൻവാടി കെട്ടിടത്തിന് നിലവിലുള്ള 3 സെന്റ് അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കല്ലിടുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 1990 ഇവിടെ സാങ്ഷനായാണ്. അന്നത്തെ ഗവൺമെൻറ് ഈ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനമായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അംഗൻവാടി വേറൊരു കുടിലിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് സ്വന്തമായി കെട്ടിടം വേണമെന്ന് ഗവൺമെൻറ്റിനോട് മന്ത്രിയോട് പറയുകയും അങ്ങനെ മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നു ഉള്ളതുകൊണ്ട് അന്നേരം തന്നെ 3 സെന്റ് പതിച്ചേരുന്നതിന് വേണ്ടി അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി പതിച്ചേരുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടി അദ്ദേഹം സ്വീകരിച്ചു പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നാട്ടുകാരായ ആളുകൾ 1990 ബന്ധപ്പെട്ട് ഇതിൻ്റെ പേപ്പർ ആയി നീങ്ങുകയും അങ്ങനെ 90 തന്നെ ഈ കെട്ടിടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഈ വസ്തു 3 സെന്റ് പതിച്ചു നൽകുകയും ചെയ്യുന്നു. ICDSൻ്റെ പ്രൊജക്ട് ഓഫീസറുടെ പേരിൽ പതിച്ചു നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. ഈ മുമ്പ് പറഞ്ഞതുപോലെ അതിനുശേഷം 14 വർഷം കഴിഞ്ഞ് 1990 കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനോട് ചേർന്ന് പതിഞ്ഞു കിടക്കുന്ന വസ്തു. ആ പതിഞ്ഞു കിടക്കുന്ന വസ്തുവിൽ ഏതാണ്ട് 26 സെൻറ്റ് വരുന്ന വസ്തു, 23 സെൻറ്റ് വരുന്ന വസ്തു ഒരാളുടെ വകയായ പ്രോപ്പർട്ടി അയാൾ വേറെ ആൾക്ക് വേണ്ടി ഇപ്പോൾ എതിർകക്ഷിയായ ഒരു വ്യക്തിക്ക് പളന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ കനാലിൻ്റെ പുറമ്പോക്കെന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്ന കനാലെന്ന് പറയുന്നത് സാധാരണഗതിയിൽ കൈവശം എൻ്റെ ആവശ്യത്തിന് വേണ്ടി വസ്തു എടുത്തു കഴിഞ്ഞാൽ ആ കനാലായി അല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വസ്തു ഉടമസ്ഥാവകാശത്തിലോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടെങ്കിൽ ഉടമസ്ഥാവകാശത്തിന് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ആരും അതൊന്നും ചെയ്തില്ല. ആ കനാലിൻ്റെ കടന്ന ഈ 3 സെൻറ്റ് കഴിയുള്ള ബാക്കി വരുന്ന കനാലിൻ്റെ പുറമ്പോക്കായ വസ്തു മറ്റേ കക്ഷി
എതിർകക്ഷി അദ്ദേഹം ആ കക്ഷിയുടെ കൂടെ അതിൻ്റെ കൂടെ തൻ്റെ വസ്തുവിനോട് കൂടി ചേർന്ന് അളന്ന് തിരിച്ച് അങ്ങോട്ടങ്ങ് മാറ്റിയിട്ടു. അളന്ന് തിരിഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം കയ്യാലെ വെച്ച് കല്ല് വെച്ച് തിരിച്ചു. എന്നാൽ ശിശുക്ഷേമ വകുപ്പിന് അവകാശപ്പെട്ട ഈ വസ്തുവിൽ നിന്നും കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അനുവദിച്ച് 2 ലക്ഷം രൂപ കിട്ടാത്തത് എന്ന് വാർഡ് മെമ്പർ തങ്കമ്മ എബ്രഹാമും പറയുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ പൈസ അനുവദിച്ചത് മുടങ്ങിപ്പോയി, കേസാട്ടൊക്കെ കിടക്കുകയായിരുന്നു. എന്നാലും ദേശവാസികളുടെ എല്ലാം പരാതി മൂലം ഞാൻ വീണ്ടും 2 ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ എനിക്ക് അനുവദിച്ചു തന്നു. പക്ഷേ ഞാനത് കെട്ടാനായിട്ട് എല്ലാ തീരുമാനങ്ങളും ബെനിഫിഷ്യറി കമ്മിറ്റി എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ വീണ്ടും കേസും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പൈസ കെട്ടാനായിട്ട് പറ്റിയില്ല. 2014-15 കാശ് അനുവദിച്ചത്. എന്നാൽ 15-16 ഈ കാശ് പില്ലോവറി വെച്ച് ലാപ്സ് ആവാതെ ഇപ്പോഴും കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ പൈസ ലാപ്സ് ആവാതെ നാട്ടുകാരും ഞാനും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ അംഗൻവാടിക്ക് ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വൈകുന്നേരങ്ങളിൽ തെരുവുനായ് ശല്യവും ഇവിടെ കൂടുതലാണ്. മാത്രമല്ല രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധ ശല്യവും ഇവിടെ പതിവാകുന്നുണ്ട്. എന്നാൽ ഒരു ചുറ്റുമതിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. കഴിഞ്ഞയിടയ്ക്കാണ് കനാലിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചത്. അങ്കണവാടിയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിച്ച കേരള കോൺഗ്രസ് ബിയിലെ രവീന്ദ്രൻ എന്ന പൊതുപ്രവർത്തകനെതിരെ 2 പ്രാവശ്യം കേസ് കൊടുക്കുകയും അതിൽ അങ്കണവാടിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു എന്നും രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. തിരിച്ചു പോകാനിറങ്ങിയ ഞങ്ങളോട് നിഷ്കളങ്കത നിറഞ്ഞ മനസ്സുമായി ചുറ്റുമതിൽ വേണമെന്ന് കുട്ടികളും പറഞ്ഞു. ഈ പ്രശ്നത്തിന് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനകീയ കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പനച്ചവിളയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോയിലെ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. അഞ്ചൽ പനച്ചവിളയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പനച്ചവിളയിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രികരായ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചൽ ആയുർപാതയിൽ ദിനംപ്രതി വർദ്ധിക്കുന്ന അപകടങ്ങൾ നിയന്ത്രിക്കാൻ മതിയായ സുരക്ഷാ ബോർഡുകളോ അപകട സന്ദേശങ്ങളോ സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. കോട്ടുകൽ ശ്രീനിലയത്തിൽ ശ്രീദർശാണ് കാർ ഓടിച്ചിരുന്നത്. പനച്ചവിളയിലെ അപകടങ്ങളെപ്പറ്റി ADV ന്യൂസ് കാണിക്കുന്ന കാര്യക്ഷമതയെങ്കിലും അധികാരികൾ കാണിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വായനയുടെ മഹത്വം വിളിച്ചു പറഞ്ഞ് ജൂൺ 19 വായനാ ദിനം ആചരിച്ചു. ബുക്കുകളിൽ നിന്നും ഈ വായനയിലേക്ക് ഒരു കുതിച്ചുചാട്ടം. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെയും മുതിർന്ന വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സമരവിമുക്ത സ്കൂൾ എന്ന ആശയം സാധ്യമാക്കാൻ സ്കൂളിൽ സർവകക്ഷി സമ്മേളനം നടന്നു. ചക്കുവരയ്ക്കൽ വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും കുരിയാണി പട്ടികജാതി കോളനിയിലേക്ക് പോകുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് 15 വർഷത്തോളമായി. ഇവരുടെ ദുരിതം PWD പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വെട്ടിക്കവല പഞ്ചായത്തിലെ 9ാം വാർഡിൽ 57ാം നമ്പർ അംഗനവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപ പുരയിടത്തിന്റെ ഉടമയുമായുള്ള തർക്കം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്നു. ആർച്ചൽ ഗവൺമെന്റ് LPSൽ ആവശ്യത്തിന് അധ്യാപകർ ഇല്ലാത്തതിനാൽ താൽക്കാലിക ജീവനക്കാരാണ് നിലവിൽ അധ്യാപനം നടത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.